നമസ്കാരം. നമ്മുടെ ഇന്ത്യ ഒരു വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനങ്ങൾ, വ്യത്യസ്ത ജാതി മതസ്ഥർ ഒരു സമന്വയിക്കുന്ന, എല്ലാവരും ഏകോദര സഹോദരങ്ങളെ പോലെ ജീവിക്കുന്ന ഒരു ഇന്ത്യയാണ്. അതാണ് നമ്മൾക്ക് എല്ലാവർക്കും അഭിമാനിക്കാൻ പറ്റുന്ന ഇന്ത്യ. ആ ഇന്ത്യയിൽ വിവിധ സമുദായങ്ങൾ വ്യത്യസ്തമായ ആചാര അനുഷ്ഠാനങ്ങൾ ആഘോഷിക്കാറുണ്ട്. ഹോളി ആഘോഷിക്കുന്നു, ഓണം ആഘോഷിക്കുന്നു, ക്രിസ്മസ് ആഘോഷിക്കുന്നു, റംസാൻ ആഘോഷിക്കുന്നു, അങ്ങനെ ഗണേശോത്സവം ആഘോഷിക്കുന്നു. ഇതൊക്കെ നമ്മുടെ നാട്ടിലെ അവരവരുടെ സമുദായം മാത്രമല്ല, എല്ലാ സമുദായങ്ങളും എല്ലാ ജാതിക്കാരും സമുദായക്കാരും ഒരുമിച്ച് അവരുടെ ആഘോഷങ്ങളിൽ പങ്കുചേരുന്നു എന്നതാണ് നമ്മുടെ ഇന്ത്യയുടെ പ്രത്യേകത. പ്രത്യേകിച്ച് കേരളത്തിന്റെ എല്ലാവരും എല്ലാ ആഘോഷങ്ങളിലും പങ്കുചേരുന്നു എന്നതാണ് വ്യത്യസ്തമായ ആചാരവും നമ്മുടെ നാട്. ഇപ്പോൾ നമ്മൾക്ക് റംസാൻ കാലമാണ്. മുസ്ലിം സഹോദരങ്ങൾ അവർ ഒരു വർഷത്തെ റംസാൻ ആഘോഷിക്കുന്നു. അവർ നോമ്പ് നോറ്റി അവരുടെ വ്രതശുദ്ധിയിലാണ്. അത് നമ്മളെല്ലാവരും മറ്റു ഇതര സമുദായങ്ങളും ക്ലബ്ബുകളും അതുപോലെ തന്നെ സംഘടനകളും ഒക്കെ ഈ റംസാൻ കാലത്ത് നോമ്പ് തുറ, വലിയ രീതിയിലുള്ള നോമ്പ് തുറകളൊക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. അവരുടെ ആ ഒരു നോമ്പ് തുറയിൽ പങ്കുചേരുന്നു. കാസർഗോഡ് തെരുവത്ത് ഹൈദ്രാസ് ജമാഅത്ത് കമ്മിറ്റി നോമ്പ് കാലത്ത് കഴിഞ്ഞ 80 വർഷക്കാലമായി നെയ്ക്കഞ്ഞി വിളമ്പുകയാണ്. അതിന്റെ ഒരു വ്യത്യസ്തമായ കാഴ്ചകൾ കാണുക. പരിശുദ്ധ റമദാനിൽ രുചിക്കൂട്ടുകൾ കൊണ്ട് വൈവിധ്യമാർന്ന നെയ്ക്കഞ്ഞി ഒരുക്കി കാസർഗോഡ് തെരുവത്ത് ഹൈദ്രോസ് ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ സേവനം 80 വർഷം പിന്നിടുന്നു. മുന്തിയ ഇനം ചെറിയ അരി, നെയ്യ്, ജീരകം, പച്ചപ്പയർ എന്നിവ കലർത്തിയാണ് നെയ്ക്കഞ്ഞി തയ്യാറാക്കുന്നത്. വൈകിട്ട് 3 മണിയാകുമ്പോൾ രുചിയേറുന്ന കഞ്ഞി തയ്യാറാകുന്നു. അസർ നിസ്കാരം കഴിഞ്ഞ് 4 മണിയോടെ കഞ്ഞി വിതരണം തുടങ്ങും. ഒരിക്കൽ കഞ്ഞി കുടിച്ചവർ വീണ്ടും വീണ്ടും നെയ്ക്കഞ്ഞി വാങ്ങാൻ എത്തുന്നു എന്നതാണ് പ്രത്യേകതയും. നെയ്ക്കഞ്ഞി വിജയത്തിൻ്റെ 80 വർഷം പിന്നിടുമ്പോഴും ഭാരവാഹികൾ ഏറെ സംതൃപ്തിയിലാണ്. ഈ പരിപാടി ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി, നമസ്കാരം.